ഈരാറ്റുപേട്ട നഗരസഭയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈരാറ്റുപേട്ടയുടെ ഊർജ്ജസ്വലരായ അഭിമാനങ്ങളായ ഈരാറ്റുപേട്ടയിലെ സേവകരോടൊപ്പം നഗരസഭ ക്ലീനിംഗ് പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈരാറ്റുപേട്ട എന്ന നാടിൻ്റെ ഏറ്റവും വലിയ കുടിവെള്ള സ്രോതസ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ആറുകളാണ്. നമ്മുടെ തെക്കനാറും വടക്കനാറും എന്നറിയപ്പെടുന്ന ഈ രണ്ട് ആറുകളിൽ നിന്നാണ് 50,000-ത്തിലധികം ആളുകൾ അധിവസിക്കുന്ന ഒരു നഗരമാണ് ഈരാറ്റുപേട്ട. അതുകൊണ്ട് തന്നെ ഇത്രയും ജനസാന്ദ്രതയേറിയ ഒരു പ്രദേശത്ത് രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അതിനെ ഗൗരവമായി കണ്ടുകൊണ്ടാണ് നഗരസഭ ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള വേസ്റ്റാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈരാറ്റുപേട്ട ടൗണിലെ ബിൽഡിങ്ങുകളുടെ മുകൾ വശത്ത് താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ വേസ്റ്റുകൾ കംപ്ലീറ്റ് വലിച്ചെറിയുന്നത് ആറ്റിലേക്കാണ് എന്നുള്ള യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഈരാറ്റുപേട്ട നഗരസഭയിലെ മുഴുവൻ കൗൺസിലേഴ്സും RRT ടീം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള മുഴുവൻ ആളുകളും വന്ന് പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. വളരെ അടിയന്തരമായി ഈ ഒരു വിഷയം നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. ഈരാറ്റുപേട്ടയിലെ കച്ചവടക്കാരായ ഈ നാടിന് സംഭാവനകൾ അർപ്പിക്കുന്ന നിരവധി ആളുകളുടെ ബിൽഡിങ്ങുകളും ഇവിടെയുണ്ട്. അതൊക്കെയും അവർ സ്വാഭാവികമായും ചെയ്യാൻ തയ്യാറാണ് എന്ന് നമ്മൾ അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നഗരസഭ അതിനോടൊപ്പം നിന്നുകൊണ്ട് എത്രയും വേഗം ഈ ഒരു പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വളരെ അടിയന്തരമായി നമ്മുടെ ബിൽഡിങ്ങുകളുടെ പുറകിലുള്ള വേസ്റ്റ് നീക്കം ചെയ്തുകൊണ്ട് അവരുടെ മാലിന്യങ്ങൾ, അവരുടെ വേസ്റ്റുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നഗരസഭയുടെ സഹായത്തോടു കൂടി കൊണ്ടുപോകാൻ അവർ തയ്യാറാവേണ്ടതുണ്ട്. നഗരസഭ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, അത് തരംതിരിച്ച് വെക്കുന്ന ഒരു ജോലി മാത്രം തൊഴിലാളികൾ ചെയ്താൽ മതി. അപ്പോൾ അത് കൃത്യമായി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എല്ലാവരും സഹകരിക്കണം. ഈ ആറിന് നമ്മൾ മോചിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ പുഴ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. ഈ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്. ഈ നാടിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യമാണ്. അതിനെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ പടർന്നു പിടിച്ചാൽ ഈരാറ്റുപേട്ട പോലെയുള്ള 2, 3, 4, 5 സെൻറ്റ് സ്ഥലത്തിൽ ആളുകൾ അധിവസിക്കുന്ന ഒരു സ്ഥലത്ത് അത് നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലേക്ക് അത് മാറും എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതൊക്കെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ സാമ്പത്തികമായ ലാഭം മാത്രം നോക്കിയിട്ട് അതിൻ്റെ മറ്റു വശങ്ങളൊന്നും പരിശോധിക്കാതെ പോകുന്ന ഒരു സമീപനം ഒരിക്കലും ശരിയല്ല. എല്ലാവരും നമ്മോട് സഹകരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. മുഴുവൻ ആളുകളും, ബിൽഡിംഗ് ഉടമകളും നമ്മോട് സഹകരിക്കും എന്നറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം 1-2 ആഴ്ച കൊണ്ട് നമുക്ക് ഈ പരിപാടികൾ പൂർത്തീകരിച്ചുകൊണ്ട് വരും കാലത്ത് കൂടുതൽ സൂക്ഷ്മതയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. നഗരസഭയുടെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളിലും നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്നുകൂടി അറിയിക്കുന്നു.